ഈ ആയുധം കൊണ്ടൊന്നും വലിയ പ്രയോജനം. കളരി പഠിക്കണം, പഠിക്കണം. ഇഷ്ടം പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ അച്ഛൻ ഉറുമികളെ വീട്ടിൽ കയറ്റുന്ന ഇഷ്ടമല്ല. എന്റെ അമ്മച്ചിക്ക് ഉറുമി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഉറുമീസ് എന്ന് പേരിട്ടത്. നിന്റെ അമ്മച്ചിയുടെ ആയുധം പാരയായിരുന്ന നിനക്ക് പാരീസ് എന്ന് പേരിട്ടല്ലേ? എന്താ സംശയം? അല്ല തീറ്റി അതെ, ഇതുപോലെ ഓരോന്നിനെ കാലത്തും വൈകുന്നേരവും പുഴുങ്ങി കൊടുക്കും. പുഴുങ്ങാത്തൊന്നിനെ എനിക്ക് വിട്ടു നോക്കാം. അതൊക്കെ ചെട്ടിയാരുടെ ஐயா இப்ப வருவாரு. இப்பதான் மாலேஷ் முடிஞ்சது. ഈ സമയത്ത് ഇതിന് സമയക്കാലൊന്നും. പണക്കാരനല്ലേടോ അണ്ണാച്ചി. ഈ മുതലാളിക്ക് എത്ര ഭാര്യമാരുണ്ട്? தெரியாதய்யா. അതെത്രയത്? എത്രയെങ്കിലും ആവട്ടെ. ശ്രീകൃഷ്ണ പരമാത്മാവുക്ക് 16,008 ഭാര്യമാര് അന്തകാലത്തിലെ. ഇത്രയും കാലമായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഏതാ ഈ കൃഷ്ണൻ? என்ன போலீஸ்? നമസ്കാരം മുതലാളി. காலையிலே என்ன கேஸ்? ഒരു ചിന്ന കേസ്. இங்க எல்லாமே பெரிய கேஸ் தான். എന്നാ പലിശം കൂട്ടി പെരിയ കാണും മുതലാളി. നമ്മുടെ ശൗര്യയുടെ. சௌரியா? ശൗര്യല്ല, ശൗരി. നിങ്ങൾക്കറിയില്ലേ? ഓ, നിങ്ങക്ക് തെരിയല്ലേ? അന്തക്ക് ഇங்க വന്ന് മന്ത്രി വന്ന അന്ത ദിവസം ഇവിടെ ബഹളുണ്ടാക്കിയത് ആ ഉയലുള്ള ഉയർത്ത മനുഷ്യൻ. അവന്റെ പെങ്ങള് വീട് പണയം വെച്ച് മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിരുന്നു. അവരമ്മയും പെങ്ങളും ചത്തുപോയി. ரொம்ப கஷ்டமாயி போச்சு. അതിന് കഷ്ടാ ശൗര്യയുടെ അവസ്ഥ. വീട് തിരിച്ച് ശൗര്യക്ക് വേണം. മുതലും പലിശ എത്രയാശ പറഞ്ഞാ ആ തുക ഇവിടെ എത്തിക്കാം. அவனை வர சொல்லு பாப்போம். ഇനിയിപ്പോ ആനപ്പാപ്പാനെയും കൊണ്ടുവരണം. മുതലാളിയോടല്ല, ആനപ്പാപ്പാനല്ല, പാപ്പോ എന്ന് പറഞ്ഞാൽ കാണാമെന്ന അർത്ഥം. കേട്ടോ, ഈ തമിഴ് ഭാഷയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് നല്ലവണ്ണം പഠിച്ചാലേ മനസ്സിലാവൂ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. മനസ്സിലായില്ല? ഞാനാണ് ഇട്ടാൽ ആയിരപ്പറ മുഴുവൻ അങ്ങനെ ചെട്ടിയാർക്ക് കാഴ്ച വെച്ചു കഴിഞ്ഞു നാട്ടുകാരെ. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ പാടശേഖരം? കൈവശാവകാശം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ തെളിയിക്കാൻ എനിക്കിനി കോടതി കയറാൻ പറ്റുമോ എന്റെ ശൗരി? അതിന്റെ നിയമമൊക്കെ വക്കീല് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ. എന്താ നിന്റെ പരിപാടി ഇനി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ താമസിക്കാൻ തനിക്ക് ഈ നാട്ടിൽ വന്ന് ഇറയത്ത് കിടക്കേണ്ട ഗതി പാപ്പയുടെ മകൻ ഉണ്ടാകരുത്. പാപ്പി മാപ്പിളെ ഓർക്കുന്ന ഒരേ ഒരു വീടേ ഈ നാട്ടിലുള്ളൂ കൈമളദ്യം. ഈ വീടിന്റെ മൂലയിൽ എനിക്കുറങ്ങാൻ എന്നും സ്ഥലം കാണുമെന്ന് എനിക്കറിയാം. എന്നാലും തീരുമാനം തന്റെ ഇഷ്ടം പോലെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങും. ശൗരി, ഇവിടെ താമസിച്ചൂടെ? എത്ര നാളെന്ന് വെച്ചാ പറഞ്ഞു പിന്നെ? ഈ വീടും വീട്ടുകാരുള്ളിടത്തോളം കാലം, ഞാനുള്ളിടത്തോളം കാലം. ഇത്രയൊക്കെ പറയാനേ എനിക്ക് പറ്റും. മനസ്സിലായി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതൊക്കെ നടക്കുമോ പറഞ്ഞു കുഞ്ഞെ? നടക്കും, അതേ നടക്കും. കാലത്ത് വരാൻ പറഞ്ഞിരുന്നു. വക്കീല് யாராണ്? ഇവനാ മുതലാളി ശൗരി. ஓ சௌரி. ஏய் மாணிக்கா, சௌரியோட பத்திரத்தை எடுத்துட்டு வா. சரிங்க. அப்படியே 2 பிஸ்கட் எடுத்துட்டு வா நாய்க்கு. வக்கீலே, வட்டியோட சேர்த்து எவ்வளவானு? 4800. 5000 രൂപയുണ്ട്. ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ പാവങ്ങളെ ചാവത്തില്ലായിരുന്നു. சௌரி, இங்க நான் எதுக்காக இருக்கேன்? இதெல்லாம் உனக்கு தேவையா? பாவம் சின்ன பொண்ணு, அழகான பொண்ணு. சௌரி, பாக்கி பணம் வாங்கிக்காம போற? അത് ചെട്ടിയാരെ നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. അന്യാധീനപ്പെട്ടു കിടക്കുന്ന ആയിരപ്പുറ പാടശേഖരം നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യാനായി ചെട്ടിയാരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും, ആയിരപ്പുറയിൽ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിക്കാരും, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം, നേരിട്ട് പോയി ചെട്ടിയാരെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തണം. നാട്ടു നടപ്പാണ് നമ്മൾ പാലിക്കേണ്ട നിയമം.
സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി കൈവന്നതിന് ശേഷം നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ ആവാം. എന്നാ കാര്യത്തിനാ നീ മുതലാളിയെ കാണുന്നേ? ചേട്ടാ, ശീലിച്ചത് മര്യാദയാ. നീ എടാ പോടാന്നൊക്കെ വിളിച്ചാല് വിളിച്ചാ നീ എന്തോ ചെയ്യും? എനിക്കും നിന്നെ അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരുവടാ. ചെട്ടിയാരെ, ഞങ്ങൾക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ടത്. ഏയ് ഉള്ള വിടറാ. ഞാൻ സംസാരിച്ചിട്ട് വരാം. பெரியவங்களுக்கு வணக்கம் சொல்றது ஊர் மரியாதைയാണ്. பெரியவங்களுக்கு மட்டும் வணக்கம் சொல்றது இந்த ஊர் மரியாதை. ஆமா. என்ன விஷயம்? വിഷയം ഒന്നേ ഉള്ളൂ. 1000 പറ പാടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ആ വക്കീല്, ഓ, ഈ ആള് എന്താ പറയുന്നു? അതായത് വക്കീലും കുമസ്തനും ഒന്നും ഇതിനിടെ കയറി വരണ്ട. ചെട്ടിയാർ ഞാൻ പറയുന്നത് കേട്ടാ മതി. വർഷങ്ങളായിട്ട് ഈ നാട്ടുകാർ പണിയെടുത്ത് ജീവിച്ചിരുന്ന 1000 പറ പാടം കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് തിരിച്ചു കൊടുക്കണം, ദയവായി. ஏய் சௌரி, ஒன்னு அறிஞ்சோ, இந்த செட்டியார் விசாரிச்சா ഈ 1000 പറ மட்டுமல்ல ഒന്നയെ വിലക്ക് വാങ്ങാൻ முடியும். മനുഷ്യനെ വിൽക്കരുത് എങ്കപ്പളക്കം ഇല്ലേ ചെട്ടിയാര്. ഇത് മനുഷ്യനെ മതിക്കുന്ന നാട്. ஆமா. പറടാ, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്നാ റിബലാ? ഇപ്പൊ അല്ല, പാടം ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ആകും. ആയിട്ട് വാ, അപ്പ കാണാം. ചെട്ടിയാരെ, 1000 പറ പാടത്തുനിന്ന് 1 മണി നെല്ല് പോലും താൻ കൃഷി ചെയ്ത് കൊണ്ടുപോകത്തില്ല. 1000 പുറപ്പാടത്തിന്റെ തന്തയുടെ വകയാണോടാ? നിന്റെ തന്തയുടെ വകയിലടാ, മേടയിലെ കൈമളദ്ദേഹത്തിന്റെ വകയാ. എടാ കൈമളാറാ നിന്റെ അമ്മയെ. തെമ്മാടത്തിന് മറന്നാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ആറ്റി താക്കും. പുല്ലേ വാടാ. ആണെന്ന് പറയായിരുന്നില്ലേ? ഇതെന്നെ ഈ പറയുന്നേ? നടക്കാൻ പോകുന്ന സത്യം, മനസ്സിൽ നടന്നു കഴിഞ്ഞ സത്യം. പാർവതി കുഞ്ഞെ, എനിക്ക് കുഞ്ഞിനെ അങ്ങ് ഇഷ്ടമാ. അതുപോലെ തന്നെ കൈമളദ്ദേഹത്തോടുള്ള ബഹുമാനം. അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ മേടയിൽ വന്ന് ഒട്ടി ഞാൻ അവിടെ അശുദ്ധമാക്കിയാൽ എന്റെ അപ്പൻ എന്നോട് കൊടുക്കുക. ഇപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പാർവതി കുഞ്ഞ്. അങ്ങനെ കയറി അങ്ങ് ആഗ്രഹിക്കാൻ പറ്റുമോ? പാപ്മാപ്പിളുടെ മോനല്ലയോ ഞാൻ? അപ്പന്റെ കല്ലറെ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്ന മെഴുകുതിരിയായി ഞാൻ. അതുപോലാണോ പാർവതി കുഞ്ഞ്? മേടയിലെ പൂമുഖത്ത് തിളങ്ങി കത്തുന്ന നിലവിളക്കല്ലയോ? വലിയ സാഹിത്യമൊന്നും വേണ്ട, എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടാ മതി. അച്ഛനെയും അമ്മയും പടിപ്പുരയ്ക്ക് കാവൽ നിൽക്കുന്ന വിളക്കുകളെ മറന്നുകൊണ്ടല്ല പറയുന്നത്. ശൗര്യയോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം കൊണ്ടാ. മേടയിലെ പൂമുഖത്തല്ല ശൗരി, നിലവറയിലെ ഇരുട്ടിലാണ് ഈ ഓട്ടുവിളക്ക് കിടക്കുന്നത്. ക്ലാവ് പിടിച്ച് എനിക്കും ആഗ്രഹമുണ്ട് ശൗര്യ, ഒരിക്കലെങ്കിലും കത്തി തെളിയണമെന്ന്. കരയരുത് പാർവതി കുഞ്ഞെ, കരയരുത്.